വലിയൊരു ആഗ്രഹമായിരുന്നു ലാലേട്ടന് കുക്ക് ചെയ്ത് കൊടുക്കണം. അത് സാധിച്ചു. അപ്പോൾ ലാലേട്ടൻ വന്നപ്പം ലാലേട്ടൻ ഒരു മെനു എൻ്റെ മനസ്സിലൊരു വർഷങ്ങളായിട്ടുള്ള മെനു. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ആ മെനു എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ഓട്ടോഗ്രാഫ് തരുമോ ഈ മെനുവിൽ, എനിക്ക് സൂക്ഷിക്കാനാണ്. അദ്ദേഹം വടിവത്ത അക്ഷരത്തിൽ എഴുതി തന്നത് നോസ്റ്റാൾജിയെ മോഡേണായിട്ട് ഇത്ര കണക്ട് ചെയ്യുന്ന ഒരു ഫുഡ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം എനിക്ക് ആ മെനുവിനകത്ത് എഴുതി തന്നിട്ട് എന്നോട് പറഞ്ഞു, ജോമൻ എനിക്കും ഒന്ന് സൈൻ ചെയ്ത് തരണം ഈ മെനുവിൽ, എനിക്ക് സൂക്ഷിക്കാനാണ്. മമ്മൂക്കിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇതുവരെ അതിനോടൊരു ചാൻസ് കിട്ടിയിട്ടില്ല. കണ്ടിട്ടുണ്ട്, പക്ഷെ അദ്ദേഹത്തിനെ കാണാനും ഫോട്ടോ എടുക്കാനും പറ്റിയിട്ടുണ്ടെങ്കിലും എനിക്കൊരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. എനിക്ക് ഒരുപാട് പേരെ ഇഷ്ടമാണ്, ഞാൻ ഒരുപാട് പേരെ മുന്നിൽ കാണുന്ന മനുഷ്യനാണ്. ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഷെഫ് ഗോർഡൻ റാംസേ എന്ന് പറയുന്ന ഷെഫാണ്. മാർക്കോ പിയർ വൈറ്റ്, ഗോർഡൻ റാംസേ, ഈ രണ്ടുപേരെയായിരുന്നു എനിക്ക് കാണുന്നത്. മാർക്കോ പിയർ വൈറ്റ് ഷെഫിനെ ഞാൻ കണ്ടു. ഇവരെല്ലാവരും കഴിച്ചു. ഇവരെല്ലാവരും പറഞ്ഞു ചിക്കനാണ്, ഇച്ചിരി ചൂയി ചിക്കനാണ് എന്നൊക്കെ പറഞ്ഞു. ഇവരെല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല നിങ്ങൾ കഴിക്കുന്നത് പാമ്പിനെയാണ്, നിങ്ങളുടെ എനിക്ക് കഴിക്കണമായിരുന്നു. അവസാനം കഴിച്ച് കഴിയാറായപ്പോൾ ഷെഫുകളിൽ ഇറങ്ങി വന്നിട്ട് എങ്ങനെയുണ്ട് പാമ്പിനെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴാണ് ഇവർ അറിയുന്നത് ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന പാമ്പിനെയാണ്. ഞാൻ യങ്ങസ്റ്റ് എക്സിക്യൂട്ടീവ് ഷെഫ് ഓഫ് ലണ്ടനാണ്. വേൾഡ് ഇസ്താൻബുൾ ടോക്ക് ഷോയിൽ സ്പീക്കറായിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്തിരുന്നു, ഇസ്താൻബുൾ ഗവൺമെൻറ്. അപ്പം ഞാൻ അതിന് പോയി അറ്റൻഡ് ചെയ്തു. ലൂലു മോളിൽ ബഹ്റിനിൽ ഒരു ജഡ്ജായിട്ട് അവരുടെ ഒരു ഗസ്റ്റായിട്ട് ഞാൻ അപ്പിയർ ചെയ്തു. അവരുടെ ഒരു വേൾഡ് ഫുഡ് ഓർഗനൈസേഷൻ ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹായ് ഹലോ, ഞാൻ ശ്രീനിധി. വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് കളർഫുൾ സ്റ്റോറീസ്. ഇന്ന് കളർഫുൾ സ്റ്റോറി ആയിട്ട് ഞാൻ എത്തിയിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കൂടെ വെറും കളർഫുൾ മാത്രമല്ല, കുറച്ച് ടേസ്റ്റും കൂടെ ആഡ് ചെയ്യാണ് നമ്മൾ ഇന്ന് ഇതിൻ്റെ കൂടെ. സോ നമുക്ക് വെൽക്കം ചെയ്യാം. അതായത് നമ്മളുടെ ഇന്നത്തെ ഗസ്റ്റ് ആയിട്ട് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഷെഫ് ജോമോനാണ്. സോ ഷെഫ്, വെൽക്കം ടു കളർഫുൾ സ്റ്റോറീസ്. എന്തൊക്കെയുണ്ട് ഷെഫ് വിശേഷം? സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഷെഫ്, നമ്മളിങ്ങനെ സിനിമയിൽ ഒരു ഡയലോഗ് പറയുമല്ലോ, എന്റെ പാഷൻ ഞാൻ പ്രൊഫഷൻ ആക്കിയെന്ന്. ഷെഫിന്റെ പാഷൻ ആയിരുന്നു ഇത്? സത്യമാണ്. പാഷൻ കുക്കിംഗ് ആയിരുന്നില്ല, പക്ഷെ ഫുഡ് അടിയായിരുന്നു പാഷൻ. ഫുഡ് അടിയായിരുന്നു പാഷൻ, എക്സ്പ്ലോർ ചെയ്യാന്നുള്ളായിരുന്നു. അപ്പൊ ഈ പാഷൻ എങ്ങനെ പ്രൊഫഷനിലോട്ടായി? അത് ആക്ച്വലി ഞാൻ ഒരുപാടടുത്ത് പറഞ്ഞൊരു കഥയാണ്. ഒരു സാറ് കൺവേർട്ട് ചെയ്ത് വിട്ടതാണ് പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത്. അതായത് വീട്ടില് ഈ ഫുഡ് അടിയും എക്സ്പ്ലോറിങ് കാര്യങ്ങളൊക്കെ നടന്ന് വീട്ടിലതൊരു ശല്യമായി എന്ന് മനസ്സിലായപ്പം അമ്മ ഒരു സാറിന് അടുക്കൽ കൊണ്ടുവന്ന് ഇവനെ ഒന്ന് ഗുണദോഷിക്കൂ എന്ന് പറഞ്ഞപ്പം ആ സാറ് പറഞ്ഞാണ്, ഇത്രയും നിനക്ക് പ്രശ്നമാണെങ്കിൽ എന്നാൽ പിന്നെ നിനക്ക് ഇതൊരു പ്രൊഫഷൻ ആക്കിക്കൂടെ എന്ന് സാറ് ചുമ്മാ വെറും വാക്ക് പറഞ്ഞാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പ് ഇരിക്കുന്നത്. ഓക്കെ, സാറ് പറഞ്ഞു എന്ന് പറഞ്ഞില്ല ഇതൊരു പ്രൊഫഷൻ ആക്കിക്കൂടെ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതായത് ഇപ്പോഴത്തെ നമ്മളുടെ ഒരു ജനറേഷനിലെ ഇങ്ങനെ നമ്മൾ പിള്ളേരോട് ചോദിക്കുമല്ലോ എന്താവാൻ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ പിള്ളേർ പറയാറുണ്ട് ഷെഫ് ആവണം എന്നുള്ളത് അല്ലെ, ഇപ്പൊ പറയാറുണ്ട്. പക്ഷെ അന്നത്തെ സമയത്തൊക്കെ ഇങ്ങനൊരു സാധ്യത ഇതിനുണ്ടെന്ന് പോലും ആർക്കും അറിയത്തില്ലായിരുന്നു. അപ്പൊ എങ്ങനെയാ കൺവിൻസ് ചെയ്തത് ആൾക്കാരെ? കൺവിൻസ് ചെയ്യുക എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ ചലഞ്ച്. പറഞ്ഞത് സത്യമാണ്. കാരണം ഞാനൊരു ജോലി സാധ്യതയെക്കാളൊക്കെ കൂടുതൽ എനിക്ക് തരുന്നൊരു ഹാപ്പിനെസ് മാത്രമായിരുന്നു ഒരു പക്ഷേ ഞാൻ അവിടെ കണ്ടത്. അപ്പം അതിൻ്റെ കൂടുതൽ തലങ്ങൾ അറിഞ്ഞപ്പം, കൂടുതൽ ആൾക്കാരോട് സംസാരിച്ചപ്പം ഇതിന് ഷിപ്പിലൊക്കെ ജോലി കിട്ടാം, അല്ലെങ്കിൽ മർച്ചന്റ് നേവിയിൽ കയറാം, അങ്ങനെയുള്ള ജോലി സാധ്യതകളൊക്കെ കണ്ടപ്പം അത് പറഞ്ഞ് എനിക്ക് വീട്ടിൽ കൺവിൻസ് ചെയ്യാൻ പറ്റി. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രശ്നം ഒരു ജോലിയേക്കാൾ കൂടുതൽ കുഷ്ണിക്കാരനാകാൻ പോകുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു. അതിപ്പം കൂട്ടുകാർക്കാണെങ്കിലും എൻ്റെ അപ്പ പോലും അങ്ങനെ കുഷ്ണിക്കാരനാക്കാൻ എൻ്റെ അമ്മക്കളെ ഒന്നും വിടത്തില്ല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. അങ്ങനെ ഒരു സിനിമ വരണ്ടോ? ഉണ്ട്. പക്ഷെ ഞാൻ കൺവിൻസ് ആയത് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഹരിപ്പാടൂന്ന് ഒരു ചേച്ചി വിളിച്ചിട്ട് എൻ്റെ മോളെ ഹോട്ടൽ മാനേജ് വിടണം, പുള്ളിക്കാരൻ നിങ്ങളുടെ ഒരു വലിയ ഫാനാണ്, പെൺകുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഫീൽഡാണ് ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് ചോദിച്ച് എന്നെ വിളിച്ചു. അന്നാണ് എനിക്ക് മനസ്സിലായതൊക്കെ നമ്മൾ ചെയ്യുന്നതും അറിയുന്നതും എടുക്കുന്നതും ഒക്കെ ആൾക്കാർ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ആൾക്കാരെ കൺവിൻസ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് ആ ഒരു സന്ദർഭം ജീവിതത്തിൽ ഉണ്ടായപ്പോഴാണ്. ഐ ആം ഹാപ്പി. എന്നാ കുട്ടി ഇപ്പം ഞാൻ പഠിച്ച അതേ കോളേജിൽ ഇന്ന് സെക്കൻഡ് വിദ്യാർത്ഥിയാണ്. ഓ, നമ്മളെ കണ്ട് ഇൻസ്പിറേഷൻ ആയിട്ട് ഒത്തിരി പേര് നമ്മുടെ ചുറ്റിനും ഒരിക്കലും അതൊരു ഈസി ജോബല്ല. ഞാനോട് പറയുന്ന ഒരു വലിയ കാര്യം, നിങ്ങളൊരു ഷെഫ് ജോമോനെ കാണാൻ തുടങ്ങിയത് കഴിഞ്ഞ 2 വർഷം അല്ലെങ്കിൽ ഒരു 3 വർഷം മുതലാണ്. പക്ഷെ അതിന് പുറകിലൊരു 17 വർഷമുണ്ട്, അതാർക്കും അറിയില്ല. അപ്പം അതാണ് ആക്ച്വലി വിച്ച് ലീഡ്സ് ടു എ ഷെഫ് ജോമോൻ. അപ്പം ഇത് മാത്രമല്ല, കാരണം ഇപ്പം സോഷ്യൽ മീഡിയ ഒത്തിരി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി ഇൻഫ്ലുവൻസിങ് നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരം ഒരു നീളം തൊപ്പിയും
വെളുത്ത കുപ്പായം ഇട്ട് നേരെ കൊണ്ടുവന്ന് പ്ലേറ്റിങ് ചെയ്യാം, അല്ലെങ്കിൽ സെലിബ്രിറ്റീസിൻ്റെ അടുക്കൽ പോയി ഷൈൻ ചെയ്യാം എന്നൊക്കെ ആകുന്നതിന് പുറമേ അതിൻ്റെ പുറകിൽ അതിനെടുക്കുന്ന ഒരു വലിയ ഒരു ടൈം പീരീഡ് ഉണ്ട്. അതിൻ്റെ പേസ് വളരെ ചെറുതാണ്. അപ്പം ആൾക്കാർ കുറേ കൊണ്ട് ചിലപ്പോൾ മോറലി ഒത്തിരി ഡൗൺ ആയി പോകും. ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്, പക്ഷേ ഞാൻ ഇതിലാണ് അകപ്പെട്ടത് എന്ന് തീരുമാനിച്ച് ബ്രേക്ക് ഡൗൺ ആവുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ക്ലിയർലി പറയുന്നത്, വെൻ ഇറ്റ്സ് ടേക്ക് ഇറ്റ് ഫോർവേഡ്, നിങ്ങളുടെ കരിയറിനെ നിങ്ങൾ സ്നേഹിച്ച് നിങ്ങൾ കൊണ്ടുപോകുമ്പം ഇതിനൊരു ബ്രേക്ക് ഇവൻ പോയിന്റ് വരും. ആ ബ്രേക്ക് ഇവൻ പോയിന്റ് മുതലേ ഇത് നിങ്ങൾക്ക് തിരിച്ച് എന്തെങ്കിലും തന്നു തുടങ്ങുള്ളൂ. അതുവരെ യു ഓൺലി ഗീവ് ടു ദിസ് കരിയർ. ഒരുപക്ഷെ എല്ലായിടത്തും അങ്ങനെ ആയിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ മീഡിയ കരിയറിലും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മളൊരു പരിധി വരെ നമ്മൾ ഈ നമ്മുടെ കരിയറിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇയേഴ്സ് ആണ്. അപ്പോൾ ഒരു ബ്രേക്ക് ഇവൻ പോയിന്റിൽ വരും. ആ ബ്രേക്ക് ഇവൻ പോയിന്റ് ചിലർക്ക് 5 വർഷമാകാം, ചിലർക്ക് 10 വർഷമാകാം, ചിലർക്ക് 15 വർഷമാകാം. അപ്പം ഈ ബ്രേക്ക് ഇവൻ പോയിന്റ് എക്സാക്ട്ലി. അപ്പം അത് ഗീവ് അപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നത് മാത്രമേ ഞാനിപ്പം യങ് ജനറേഷനോട് പറയാനുള്ളൂ. ഡോണ്ട് ഗീവ് അപ്പ്, ലുക്ക് ഫോർവേഡ്. ഇത് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു സമയം വരും. അല്ലെങ്കിൽ ഈ ഷെഫ് ജാക്കറ്റ് നിങ്ങളെ കൊണ്ട് എത്തിക്കുന്ന പ്ലേസസ് ഉണ്ടാവും, വിച്ച് വിൽ ടേക്ക് യു ടു പ്ലേസസ്. അത് ഞാനിപ്പം ഭയങ്കരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഞാനിവിടെ വന്നത് ഒരു ഷെഫ് ജോമോൻ ആയതുകൊണ്ടാണ്. പക്ഷേ ജോമോൻ കുര്യാക്കോസ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പ്രിവിലേജ് കിട്ടില്ല. അപ്പം ഇറ്റ് വിൽ ടേക്ക് ടു യു പ്ലേസസ്. ഞാനിപ്പോൾ പക്ഷേ നാട്ടിൽ വന്നതും അങ്ങനെ ഒരു ഇവൻറ്റ് അറ്റൻഡ് ചെയ്യാനാണ്. കോട്ടയത്ത് MLA എക്സലൻസ് അവാർഡിന് അവിടുത്തെ കുട്ടികളെ അഭിസംബോധന ചെയ്ത മോട്ടിവേഷണൽ സ്പീക്കിങ്ങിനാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ അത് കിട്ടിയ ഓപ്പർച്യൂണിറ്റിയും എനിക്ക് ഇത് തന്നെയാണ്. ഷെഫ് ആയതുകൊണ്ട് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ ആ ഒരു ബ്രേക്ക് ഇവൻ പോയിന്റ് മനസ്സിലാക്കി അതുവരെ ഹൗ ടു ഫൈറ്റ്. അതുവരെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഇപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യണം. ഞാൻ ഇപ്പോഴും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന്റെ രീതികൾ മാറും. ഒരു പക്ഷേ കിച്ചണിൽ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കില്ല. ഇപ്പം ഞാൻ സ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ കൂടുതൽ സമയം ഇങ്ങനെ ഓട്ടമാണ്. ഇപ്പം ഞാൻ ഇന്ന് ഇവിടെ വന്നു, അല്ലെങ്കിൽ നാളെ വേറൊരിടത്ത് പോയി. പക്ഷെ എൻ്റെ ഒരു ഫാമിലി എൻ്റെ പുറകിനുണ്ട്. അപ്പം എനിക്ക് വേണ്ടി അവർ സ്ട്രഗിൾ ചെയ്യാണ്. അപ്പം അവരെയും നമ്മൾ നോക്കണം, നമ്മുടെ കരിയറിനെയും നമ്മൾ നോക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു സ്ട്രഗിൾ നമ്മൾ ഫീൽ ചെയ്യും. കാരണം വി കാൺ ഗീവ് അപ്പ് എനിത്തിങ്, റൈറ്റ്? കരിയറിന് മാത്രം പോയി ഫാമിലിയെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഫാമിലിയുടെ പുറകിന് പോയി കരിയറിനെ നമുക്ക്. അപ്പം ഇതിന് രണ്ടിനും ഇടയ്ക്ക് നിന്ന് നമ്മൾ ഓടണം. അതൊരു ഭയങ്കര വലിയ സ്ട്രഗിളാണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞല്ലോ ഷെഫ് ജോമോൻ, നിങ്ങൾ കാണുന്ന 2 കൊല്ലത്തെ ഷെഫ് ജോമോൻ അല്ല, ഒരു 17 വർഷത്തെ ഒരു ബാക്ക് സ്റ്റോറി പറയാനുണ്ടെന്ന്. സോ നമുക്ക് അതിലേക്കൂടെ ഒക്കെ ഒന്ന് പോയാലോ? അപ്പോൾ പറയ്, ഷെഫിന്റെ ഒരു എഡ്യൂക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു? ഞാൻ സ്കൂളിങ്സ് എല്ലാം പഠിച്ചത് ലോക്കൽ മാവേലിക്കരയിൽ തന്നെയാണ്. +2 വരെ മാവേലിക്കര ബിഷപ്പ് ഹോജസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. 10th വരെ പഠിച്ചത് MSS ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ആ സ്കൂളിൽ നിന്നാണ് ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ പോകുന്നത്. അത് ആ സാറിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്. എന്നെ +2 പഠിപ്പിച്ച എൻ്റെ ക്ലാസ് അധ്യാപകൻ സുനിൽ ഡി കുരുവിള എന്ന് പറയുന്ന സാറാണ്. അദ്ദേഹമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കഥകളിലെ ക്ലാസ് റൂമിലെ കുറേ എക്സാമ്പിൾസിൽ ഒരു എക്സാമ്പിൾ എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അതായത് നമ്മുടെ ഒരു നമ്പൂതിരി, ഒരു പാചകക്കാരൻ നാട്ടിൽ, അദ്ദേഹം സാമ്പാറിൻ്റെ രുചി മണത്തിട്ട് അതിന് ഉപ്പ് കുറവാണോ കൂടുതലാണോ എന്ന് പറയും എന്നിങ്ങനെ സാർ ഒരു എക്സാമ്പിൾ പറഞ്ഞു. കാരണം ഭയങ്കര എക്സ്പേർട്ട് ആകുന്നു. അപ്പം എന്നെ സംബന്ധിച്ചോളം അതൊരു ഭയങ്കര സൂപ്പർസ്റ്റീഷ്യസ് പവർ പോലെ തോന്നി. നമുക്കെങ്ങനെ ഒരു സാധനം മണത്തിട്ട് അതിൻ്റെ രുചി അറിയാൻ പറ്റും? കാരണം രണ്ടും 2 സെൻസുകളാണ്. അപ്പം എനിക്കതിനെ ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അത് ഭയങ്കരമായിട്ട് ഇതൊരു ഭയങ്കര സൂപ്പർസ്റ്റീഷ്യസ് പവറുള്ള സാധനമാണ്, മണത്ത് രുചി അറിയാൻ പറ്റുന്ന ഒരു സാധനം. പക്ഷേ ആക്ച്വലി അതൊരു ഇപ്പോൾ കുറേ വർഷങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലായത്. കാരണം ഇത് നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷനാണ്. അത് ആ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ ഉപ്പ് നമ്മൾ ആ കുക്കിംഗ് പ്രോസസ്സിനകത്ത് ഇടുമ്പം ആ സോഡിയം ക്ലോറൈഡ് ചെല്ലുമ്പം, ആ കറക്റ്റ് ഹീറ്റൂടെ ചെല്ലുമ്പം അത് പുറപ്പെടുവിക്കുന്ന ഒരു അരോമ ഇച്ചിരൂടെ വലുതാണ്. അപ്പം ആ സോൾട്ടിൻ്റെ ലെവൽ കുറയുമ്പം ആ അരോമ അത്രയും നമുക്ക് കിട്ടില്ല. സോ ആക്ച്വലി അത് എക്സ്പീരിയൻസ് മാറ്റേഴ്സ്. നമുക്ക് മനസ്സിലാകത്തില്ല. കാരണം കുറേ വർഷങ്ങൾ ഇതേ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ തന്നെ നമ്മൾ ജീവിതം ഒഴിഞ്ഞു നോക്കുമ്പം ഇറ്റ്സ് ഗീവ് യു എ പ്ലേസ്. അങ്ങനെ മനസ്സിലാക്കാനൂടെ നമുക്കൊരു കഴിവ് തരും. ചില പറയത്തില്ല, അമ്മമാർക്കാണെങ്കിലും വെറും മനക്കണക്കാണ് കൈക്കണക്കാണെന്ന് പറയും. പക്ഷേ നമ്മൾ ആക്ച്വലി കിച്ചണിലോട് ചെല്ലുമ്പോൾ റെസിപ്പീസാണ്. ഓക്കെ, ഇത്ര ഗ്രാമിന് ഇത്ര ഗ്രാം വേണം, അല്ലെങ്കിൽ ഇത്ര ഗ്രാമിന് ഇത്ര ഗ്രാം വേണം. അത് നമുക്ക് റിസ്റ്റേൺ റെസിപ്പീസാണ്. പക്ഷേ കുറേ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യാറില്ല. സോ വി നോ വാട്ട് എക്സാക്ട്ലി ഗോസ് ഇൻ ദ റിപ്പോർട്ട്. ഫസ്റ്റ് ഇപ്പം ഞാനാണെങ്കിലും കുക്കിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ ഞാൻ അമ്മ എത്ര ഇടണം എന്ന് ചോദിക്കും. കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു കാണുമ്പോൾ ഇത്രയൊന്ന് ഇട്ട് നോക്കാം, അങ്ങനെ നമുക്ക് ഒരു കൈക്കണക്ക് വരും. ശരിയാണ്, നമുക്ക് ഒരിക്കലും കുക്കിംഗ് പഠിപ്പിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മളൊരു യൂട്യൂബ് ചാനൽ കാണുകയാണ് കുക്കിംഗ്. അപ്പോൾ അവർ പറയും, ഓക്കെ നമ്മളൊരു പാനിൽ എണ്ണ ഒഴിച്ചു, 2 മിനിറ്റ് കഴിയുമ്പോൾ ഓയിൽ ഒഴിക്കുക, ആ ഓയിൽ കഴിഞ്ഞ് 1 മിനിറ്റ് കഴിയുമ്പോൾ കടുകിടുക. അത് ഒരിക്കലും നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർ ഉപയോഗിച്ചിരിക്കുന്ന പോട്ടിൻ്റെ കനമായിരിക്കത്തില്ല നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന പോട്ട്, അവർ വെച്ചിരിക്കുന്ന ഫയർ ആയിരിക്കത്തില്ല നിങ്ങൾ വെച്ചിരിക്കുന്ന ഫയർ. അപ്പോൾ അവരുടെ 1 മിനിറ്റ് ചിലപ്പം തിക്ക് പോട്ടാണെങ്കിൽ 1.5 മിനിറ്റ് എടുക്കും ആ എണ്ണ ചൂടാവാൻ. നിങ്ങളുടെ തിൻ പോട്ടാണെങ്കിൽ, അത് ആ അടിവശം തിന്നാണെങ്കിൽ
അത് ചിലപ്പോൾ 1/2 മിനിറ്റ് കൊണ്ട് ആ എണ്ണ ചൂടാവും. ചൂടാവും. അപ്പം അങ്ങനെ പോലും നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മുടെ സെൻസോടെ ഇപ്പം നമ്മൾ ആ യൂട്യൂബ് റെസിപ്പി കണ്ടു പഠിക്കുവാണെങ്കിൽ പോലും നമ്മുടെ സെൻസ് നമ്മൾ കംപ്ലീറ്റ്ലി അതിൽ ഇൻവോൾവ് ആയി നമ്മൾ ജഡ്ജ് ചെയ്ത് വേണം നമ്മുടെ റെസിപ്പീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ. അല്ലാതെ നമ്മൾ കണ്ണും പൂട്ടി എന്താ ഇപ്പം ഫോർ എക്സാമ്പിൾ ഓണിയൻ, ചിലർ പറയും 3 ഓണിയൻ ഇട്. അപ്പം നമുക്ക് ചിലപ്പോൾ കിട്ടുന്ന ഓണിയൻ അത്രയും ജ്യൂസി ഓണിയൻ ആയിരിക്കത്തില്ല. അപ്പോൾ അവരുണ്ടാക്കുന്ന റെസിപ്പി ആയല്ല എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ കയ്യിൽ വരുമ്പോൾ. പിന്നെ ചിലപ്പോൾ മടി കാരണം ചെറിയ ഉള്ളി അരിയാതെ വലിയ ഉള്ളി അരിഞ്ഞ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ എഡ്യൂക്കേഷൻ അവിടെ നിന്ന് നേരെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചത് മംഗലാപുരത്താണ്. 4 വർഷത്തെ കോഴ്സാണ് പഠിച്ചത്. അങ്ങനെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച് ഞാനൊരു 1.5 കൊല്ലം പൂനെയിലും ബാംഗ്ലൂരായിട്ട് വർക്ക് ചെയ്തു. എൻ്റെ അടുത്ത് ഒരു 4 മാസം ദുബൈയിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നാട്ടിൽ വന്ന് ഇങ്ങനെ ഒരു ഫ്രണ്ട് UK പഠിക്കാൻ പോയി. എൻ്റെ കൂടെ മംഗലാപുരത്ത് പഠിച്ചൊരു ഫ്രണ്ടാണ്. അവൻ UK ഹയർ സ്റ്റഡീസിന് പോകുന്നു എന്ന് ചുമ്മാ എന്നെ വിളിച്ച് പറഞ്ഞൊരു ഫോൺ കോളിൽ നിന്നാണ് ഞാൻ UK പോകുന്നത്. ആക്ച്വലി ഇത് പഠിക്കാനായിട്ടാണ് ഞാൻ ഒരു culinary മാനേജ്മെന്റ് പഠിക്കാനായിട്ടാണ് പോയത്. അന്ന് അവിടുത്തെ ഹാമസ്മിത്ത് കോളേജിൽ, ബോംബെയിലുള്ള ഒരു ഏജൻസി വഴിയാണ് ഞാൻ പോയത്. പക്ഷേ ആ ഏജൻസി ആക്ച്വലി എന്നെ കളിപ്പിച്ചു. കാരണം ഞാൻ പഠിക്കാൻ പോയ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. അവർ വേറൊരു കോളേജ്, ഒരു ലോ കോളേജിലാണ് എനിക്ക് അഡ്മിഷൻ എടുത്തത്. അപ്പം ഞാൻ ലോ പഠിക്കാനല്ല പോയത്, ഞാൻ culinary പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ആ കോളേജിൻ്റെ പഠിത്തം ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ PG ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് അവിടെ ഒരു കോളേജിൽ പഠിക്കുകയായിരുന്നു. ലണ്ടനിൽ തന്നെ. പക്ഷേ ഞാൻ പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നത് culinary മാനേജ്മെന്റ് ആണ്. പക്ഷേ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം 12-13 വർഷങ്ങളായി എനിക്ക് അവരുടെ ആ കോളേജിൽ നിന്ന് തന്നെ എനിക്കൊരു ഇൻവിറ്റേഷൻ കിട്ടി. എൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലൊക്കെ കണ്ടിട്ട് ആ കോളേജിലെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്. സോ ഞാനിപ്പം ആ കോളേജിലെ ആ യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ലെക്ചറിൽ ഒരാളാണ്. ഞാൻ പഠിച്ച അതേ കോഴ്സ് ഇപ്പം വരുന്ന സ്റ്റുഡൻസിനെ ആ സെയിം ലെവലിലെ കോഴ്സ് പഠിപ്പിക്കാനായിട്ട് ഞാൻ പോകാറുണ്ട്. കോളേജ് പഠിപ്പിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ പറയാ, ഇപ്പോൾ അറിയാത്തവരുടെ ഒരു നോയിങ്ങിന് ഞാൻ പറയാ യങ്ങസ്റ്റ് ഹെഡ് ഷെഫാണ്. യങ്ങസ്റ്റ് ഹെഡ് ഷെഫ് അവാർഡ് കിട്ടിയ ഒരാളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. സോ ഷെഫ്, എന്തായിരുന്നു ആ ഒരു ജേർണി, എന്തായിരുന്നു അതിലേക്കുള്ള? ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പം UK-ലായിരുന്ന 4 എംപ്ലോയീസോളം ഞാൻ മാറി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ എംപ്ലോയീസിൻ്റെ കൂടെയും 3 വർഷം 4 വർഷം വെച്ച് വർക്ക് ചെയ്തു. ഏറ്റവും ലാസ്റ്റ് ഞാൻ വർക്ക് ചെയ്തത് ലളിത് എന്ന് പറഞ്ഞൊരു 5 സ്റ്റാർ ഹോട്ടലാണ്. ഒരു 7 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തു. അവിടെ വെച്ചാണ് ഒരു ടേണിംഗ് പോയിന്റ് ലൈഫിൽ ഉണ്ടാകുന്നത്. അതുവരെ ശരിക്കും ഒരു ലേബറായിട്ട് വർക്ക് ചെയ്യുക, നമ്മൾ നമ്മുടെ ദിവസം കഴിഞ്ഞു, നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞു വീട്ടിൽ പോകുക എന്നുള്ളതിനേക്കാൾ ഉപരി ഇതിന് ജീവിതത്തിൽ കുറേ അർത്ഥങ്ങൾ ഉണ്ടാക്കി തരുന്നത് ആ ഒരു 7 വർഷത്തിലാണ്. ഞാൻ BBC സെലിബ്രിറ്റി മാസ്റ്റർ ഷെഫിൽ ട്രെയിനറായിട്ട് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ആ ഹോട്ടലിൽ നിന്നാണ്. ഞാൻ യങ്ങസ്റ്റ് എക്സിക്യൂട്ടീവ് ഷെഫ് ഫ്രം ലണ്ടനാണ്. അതും ആ ഒരു ഓപ്പർച്യൂണിറ്റിയും അവിടെ നിന്നാണ് എനിക്ക് കിട്ടുന്നത്. വേൾഡ് ഇസ്താൻബുൾ ടോക്ക് ഷോയിൽ സ്പീക്കറായിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്തിരുന്നു, ഇസ്താൻബുൾ ഗവൺമെൻറ്. അപ്പം ഞാൻ അതിന് പോയി അറ്റൻഡ് ചെയ്തു. ലുലു മോളിൽ ബഹ്റിനിൽ ഒരു ജഡ്ജായിട്ട് അവരുടെ ഒരു ഗസ്റ്റായിട്ട് ഞാൻ അപ്പിയർ ചെയ്തു, അവരുടെ ഒരു വേൾഡ് ഫുഡ് ഓർഗനൈസേഷൻ. പിന്നെ ക്രാഫ്റ്റ് ഗിൽഡ് ഓഫ് ഷെഫ്സിൻ്റെ ഒരു അവാർഡ് കിട്ടി, culinary ഹീറോ എന്നൊരു അവാർഡ്. അവിടുത്തെ ഒരു ഓർഗനൈസേഷനാണ് ക്രാഫ്റ്റ് ഗിൽഡ് ഓഫ് ഷെഫ്സ്, UK-ലുള്ള ഷെഫ്മാരുടെ ഒരു ഓർഗനൈസേഷനാണ്. അങ്ങനെ അത് പിന്നെ ബ്രിട്ടീഷ് മലയാളി എന്ന് പറഞ്ഞൊരു പത്രമുണ്ട് UK-ൽ, അതിൻ്റെ ന്യൂസ് പേഴ്സൺ ഓഫ് ദി ഇയർ ആണ് ഒരു വർഷം. അങ്ങനെ കുറച്ച്. അപ്പോൾ നമ്മൾ കുറേ നേരം വർത്താനം പറഞ്ഞല്ലേ, നമുക്ക് ചെറിയൊരു ഗെയിം സെഷനിലേക്ക് പോയാലോ? അപ്പോൾ നമ്മളുടെ ഗെയിം സെഷൻ്റെ പേര് ആഡ് യുവർ ടേസ്റ്റ് റൗണ്ട്. ഷെഫിന്റെ ടേസ്റ്റ് ആഡ് ചെയ്യുക, ഞാൻ എൻ്റെ ടേസ്റ്റ് ആഡ് ചെയ്യുക. അങ്ങനെ നമുക്കൊരു കോമ്പറ്റീഷൻ അല്ല, നമുക്കൊരു കോൺവെർസേഷൻ ആയിട്ട്. സോ ഫസ്റ്റ് ഫേവറേറ്റ് ഫുഡ്. അപ്പോൾ ആഡ് യുവർ ടേസ്റ്റ് റൗണ്ട് ആണല്ലോ. എൻ്റെ ടേസ്റ്റ് ഞാൻ പറയാം. എൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ വായിൽ ഇപ്പം തന്നെ വെള്ളം വരുന്നു. നല്ല ചൂട് ചോറും കുറച്ച് മോരും, ഒരു എന്താ പറയുക, ഒരു വറുത്ത മീനും, ഒരു ഫിഷ് ഫ്രൈ, ഒരു അച്ചാറും കൂടെ കിട്ടിയാൽ. ഇൻസ്റ്റാഗ്രാമിൽ ഇടയ്ക്കിടയ്ക്ക് Q&A സെക്ഷൻ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതിനകത്ത് ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ് വാട്ട്സ് യുവർ ഫേവറേറ്റ് ഫുഡ്. എനിക്ക് ഇതുവരെ ആൻസർ ചെയ്യാൻ പറ്റാത്തൊരു സാധനം അത് തന്നെയാണ്. കാരണം എനിക്കെല്ലാം ഇഷ്ടമാണ്. ഞാനിപ്പം ഒരു തായ് റെസ്റ്റോറൻറ്റ് പോയി തായ് ഫുഡും കഴിക്കും. നല്ല ഇച്ചിരി കഞ്ഞിയും പയറും പപ്പടവും ചുട്ട ചമ്മന്തിയും കിട്ടി അതും കഴിക്കും. നല്ല ചോറിനകത്ത് ഇച്ചിരി നല്ല മത്തിക്കറിയും നല്ല ചുട്ടരച്ച തേങ്ങാ ചമ്മന്തിയും കുറച്ചൊരു അച്ചാറും ഉണ്ടെങ്കിൽ അതും ഭയങ്കര അടിപൊളിയാണ്. എന്നുവെച്ചാൽ നമുക്കങ്ങനെ ഇല്ല, നമുക്ക് എന്തോ ഇഷ്ടമാണ്. ഇപ്പോൾ ഒന്നുമില്ല, ഒരു KFC ആണോ അതും നമ്മൾ ഓക്കെയാണ്. ഞാൻ അവിടുത്തെ ഒരു രീതി വെച്ച് പറഞ്ഞാൽ, ഇപ്പം വീട്ടിൽ ഇപ്പോൾ ഭയങ്കര ധൃതി, വേറെ ഒരു പരിപാടി, അപ്പോൾ ഒരു കുക്കറിനകത്ത് ഇച്ചിരി ചോറും ഇച്ചിരി അരിയും ചെറുപയറും ഇട്ട് ഒരു 4 വിസിലടുപ്പിച്ച് അതെടുത്ത് അതിനകത്ത് ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ച് ഇച്ചിരി കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ജീരകവും കടുക് വറുത്തിട്ട് തേങ്ങാപ്പാൽ ചെറുപയർ പാർക്കഞ്ഞി ഉണ്ടാക്കി ഞങ്ങൾ കഴിക്കാറുണ്ട്. അതും ഭയങ്കര അടിപൊളിയാണ്. അപ്പം നമുക്ക് ഇന്നതൊന്നുമില്ല, ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്ക് എല്ലാം ഇഷ്ടമാണ്. ഞാൻ ഒരു റെസ്റ്റോറൻറ്റ് പോയി പാമ്പിനെ വരെ കഴിച്ചിട്ടുണ്ട്.
എൻ്റെ അളിയനപ്പുറത്ത് ഇപ്പോൾ ഉണ്ട്, അവനും കഴിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് ഷെഫാണ് പുള്ളിക്കാരൻ. അപ്പോൾ അദ്ദേഹം ഒരു പൈത്തൺ മീറ്റ് ഹോങ്കോങ്ങിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യിച്ചിട്ട് പുള്ളിക്കാരൻ ഞാൻ ചുമ്മാ കിച്ചണിൽ കാണാൻ ചെന്നാ. അപ്പോൾ കാണാൻ ചെന്നപ്പോൾ ഈ സാധനം അവിടെ ഇരിക്കുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇതിലൊരു 2 പോർഷൻ ഉണ്ടാക്കി ടേബിൾ, ഞാനും എൻ്റെ അളിയനും ഞങ്ങളൊരു 3-4 ഫ്രണ്ട്സും എല്ലാവരും പോയി, 5 പേര് ടേബിളിലുണ്ട്. ഞാൻ പറഞ്ഞു 2 പോർഷൻ ടേബിളിൽ കൊണ്ടുവന്നാ ഇന്നതാണെന്ന് പറയണ്ട ആരോടും. ഇവരെല്ലാവരും കഴിച്ചു. ഇവരെല്ലാവരും പറഞ്ഞു ചിക്കനാണ്, ഇച്ചിരി ചൂയി ചിക്കനാണ് എന്നൊക്കെ പറഞ്ഞു. ഇവരെല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല നിങ്ങൾ കഴിക്കുന്നത് പാമ്പിനെയാണ്, നിങ്ങളുടെ എനിക്ക് കഴിക്കണമായിരുന്നു. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ്, കഴിച്ചു നോക്കാൻ ഭയങ്കര ആഗ്രഹം. അവസാനം കഴിച്ച് കഴിയാറായപ്പോൾ ഷെഫ് വെളിയിൽ ഇറങ്ങി വന്നിട്ട് എങ്ങനെയുണ്ട് പാമ്പിനെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴാണ് ഇവരറിയുന്നത് ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന പാമ്പിനെയാണ്. അത്രയ്ക്ക് ഭയങ്കര എക്സ്പ്ലോറേറ്റീവായിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. വെറുതെ പോലും ഞാൻ ഷെഫ് വിളിച്ചോ ഭക്ഷണം കഴിക്കാൻ പോവില്ല. എന്നിട്ട് ഫ്രണ്ട്സ് വഴക്ക് പറഞ്ഞോ? അവർക്ക് വേറെ ഒന്നും ചെയ്യില്ല, ഓരോരുത്തരുടെ തല്ലാൻ പിടിച്ചാൽ പാമ്പിനെ തിന്നിപ്പിച്ചെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. പക്ഷേ they tried it. ഓക്കെ, അവിടുന്ന് എന്തോന്ന് ചോദിച്ചത്? ഓക്കെ, സോ പാമ്പിനെ കഴിച്ചെന്ന് പറഞ്ഞല്ലോ. ഇവിടെ കുറച്ച് പേർക്ക് അറിയാനൊരു ആഗ്രഹം, എന്താ പാമ്പിന്റെ ടേസ്റ്റ്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിക്കൻ ഇല്ലേ, ചിക്കൻ കഴിക്കുന്നോണ്ടിരിക്കും, പക്ഷെ ഇച്ചിരി മസിൽസ് കൂടുതലാണ്, ഇച്ചിരി ചൂയി ചിക്കനാണ്. ചിലപ്പോൾ ഒന്നുകിൽ കുക്ക് ചെയ്യുന്നതിൻ്റെ ആയിരിക്കാം, ഓവർ കുക്ക് ചില മീറ്റുകൾ ഓവർ കുക്ക് ചെയ്യുമ്പോൾ ചൂയാ പോകാറുണ്ട്. ഒരു ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം അങ്ങനെ. പിന്നെ എനിക്കിതൊരു അവസരം കിട്ടിയിട്ടില്ല അങ്ങനെ കഴിക്കാൻ. ശരിക്കും പറഞ്ഞാൽ ചൂയി ആയിട്ടുള്ള ഒരു ചിക്കൻ കഴിക്കുന്ന പോലെ. പക്ഷേ ഇവിടെ എനിക്കറിയില്ല, യു കെയിൽ അതൊക്കെ കിട്ടും, അവൈലബിൾ ആണ്, ഫ്രോസൺ ആയിട്ടാണ് ഈ സാധനം വരുന്നത്. ഇവിടെ കിട്ടുന്ന ഒരുപാട് അങ്ങനെയും ഒരു സാധ്യത യു കെയിലുണ്ട്. ഞാൻ പിന്നെ ഒരു കാര്യം കേട്ടിട്ടുണ്ട്, ഇതിന് കൂടെ ആഡ് ചെയ്യട്ടെ ഷെഫ്, അത് അബ്രോഡൊക്കെ നമുക്ക് റോ ആയിട്ട് മീറ്റ് ഒക്കെ ടേസ്റ്റ് ചെയ്യുന്നത് ആണോ? ഇത് റോ ആയിട്ട് ടേസ്റ്റ് ചെയ്യാന്നല്ല, ക്യൂർ ചെയ്യാന്ന് പറയും. ക്യൂറിങ് ഈസ് എ പ്രോസസ് ഓഫ് കുക്കിംഗ് ആണ്. അതായത് ക്യൂർ, നമ്മൾ ചുട്ട മീനില്ലേ, ഇപ്പൊ ചുട്ട കൊഞ്ച്, ഉണക്കിയ കൊഞ്ച്, ഉണക്ക കൊഞ്ച് നമ്മൾ നിങ്ങളാട് ഹരിപ്പാടല്ലേ, കൊല്ലം, അവിടെയൊക്കെ ഉണക്ക കൊഞ്ച് കിട്ടും, ചമ്മന്തി അരയ്ക്കാൻ. ഈ ഉണക്ക കൊഞ്ച് കഴിച്ചു നോക്കിട്ടില്ലേ? കഴിച്ചു നോക്കിട്ടുണ്ടല്ലോ. അത് കുക്ക് ചെയ്യാത്ത കൊഞ്ചല്ലേ. ശരിക്കും പറഞ്ഞാൽ അത് ക്യൂർഡ് ആണ്. അത് സൺഡ്രൈഡ് എന്ന് വേണേൽ പറയാം. പക്ഷെ അങ്ങനെ ക്യൂർ ചെയ്യുന്ന മീറ്റുകളാണ്. ഇപ്പോൾ സാൽമൺ പോലുള്ള ഫിഷ് ഞാൻ ക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എൻ്റെ മെനുവിലുണ്ടായിരുന്നു. അതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഷുഗറും സോൾട്ടും ഈക്വൽ പോർഷൻസിൽ ഇട്ടിട്ട് ഈ സോൾട്ടിലും ഷുഗറിലും ഈ സാൽമണിൻ്റെ ഫുൾ ഫിലെ മുക്കി വെക്കും ഒരു 3 ദിവസത്തോളം. അപ്പോൾ ഈ സോൾട്ടിലും ഷുഗറിലും കിടന്ന് ഈ ഫിഷ് കുക്കാകാണ്. സ്ലൈസ് ചെയ്ത് അങ്ങനെ കൊടുക്കും. ഞാൻ കഴിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഷെഫിന്റെ ഒരു ഫേവറേറ്റ് ഷെഫ് ആരാ? അയ്യോ, എനിക്ക് ഒരുപാട് പേരെ ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് പേരെ മുന്നിൽ കാണുന്ന മനുഷ്യനാണ്. ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഷെഫ് ഗോർഡൻ റാംസേ എന്ന് പറയുന്ന ഷെഫാണ്. മാർക്കോ പിയർ വൈറ്റ്, ഗോർഡൻ റാംസേ, ഈ 2 പേരെയായിരുന്നു എനിക്ക് കാണുന്നത്. മാർക്കോ പിയർ വൈറ്റ് ഷെഫിനെ ഞാൻ കണ്ടു. അദ്ദേഹം ഏറ്റവും ചെറുപ്രായത്തിൽ 3 മിഷണറി സ്റ്റാർ ഹോൾഡ് ചെയ്തൊരു മനുഷ്യനാണ്. മാർക്കോ പിയർ വൈറ്റ് ആണ് ഗോർഡൻ റാംസേനെ ട്രെയിൻ ചെയ്തത്. അദ്ദേഹത്തിനെ എനിക്ക് ഇതുവരെ കാണാൻ പറ്റില്ല. ഇപ്പം വേൾഡിലെ ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നോൺ ആയിട്ടുള്ള ഷെഫാണ് ഷെഫ് ഗോർഡൻ റാംസേ. എനിക്ക് ആകെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുള്ളത് യു കെയിലെ ഒരു മാഗസീൻ, ഒരു വൺ ഓഫ് ദ ഫേമസ് മാഗസീനാണ് ഷെഫ് മാഗസീൻ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ കവർ പേജിൽ സെപ്റ്റംബർ മാസം ഒക്ടോബർ മാസം ഞങ്ങളുടെ 2 പേരുടെയും ഫോട്ടോ കവർ മാഗസീനായിട്ട് അടിച്ചു വന്നിട്ടുള്ള ഒരു ഭാഗ്യമല്ലാതെ അദ്ദേഹത്തിന് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ഒരു മാസം എൻ്റെ ഫോട്ടോയും അത് കഴിഞ്ഞുള്ള മാസം ഷെഫിൻ്റെ ഫോട്ടോയും, അങ്ങനെ അത് ഞാൻ 2ഉം ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെച്ചിട്ടുണ്ട്. കാരണം ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ഒരു ഡ്രീം മൊമെൻ്റ് അല്ലേ ഇതൊക്കെ. നമ്മളിപ്പോഴും ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ അത്രയും വലിയൊരു മനുഷ്യൻ എൻ്റെ വന്ന ഒരു മാഗസീനിൽ നമ്മുടെ തലയും കൂടെ അടിച്ച് വരിക എന്ന് പറയുമ്പോൾ വാട്ട് എൽസ് വി വാണ്ട്. ഓക്കെ, അടുത്തത്, അതായത് നമ്മളിങ്ങനെ എത്ര ടേസ്റ്റ് ചെയ്താലും മടുക്കാത്ത ഷെഫിന്റെ ഒരു ഫുഡ് ഏതാ? ടേസ്റ്റ് ആക്ച്വലി റൗണ്ട് ആഡ് യുവർ ടേസ്റ്റ് ഫുഡ് ആണ് ഞാൻ എൻ്റെത് പറയട്ടെ. എനിക്ക് എത്ര കഴിച്ചാലും മടുക്കാത്തത് പ്രോൺസ് എങ്ങനെ തന്നാലും ഞാൻ കഴിക്കും. ഫിഷ് കറി, അതിപ്പം എന്ത് ഫിഷ് കറി എന്നല്ല, നല്ല നാടൻ ഫിഷ് കറി. അതിപ്പം ഇച്ചിരി മലബാർ സ്റ്റൈലിൽ തേങ്ങാപ്പാൽ വെച്ചാണെങ്കിലും എങ്ങനെ കിട്ടിയാലും, നല്ല മീൻ കറി, അതെന്താണെങ്കിലും, വാട്ട് എവർ ദ ഫിഷ് അതെങ്ങനെ കിട്ടിയാലും ഞാൻ കഴിക്കും. എത്ര കിട്ടിയാലും ടേസ്റ്റ് ചെയ്യും അല്ലേ? അതായത് നമുക്കിങ്ങനെ ഓഫൺലി ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരുന്ന ഒരു ഡിഷ് ഏതാ ഷെഫിന്റെ? ഞാൻ കബാബ്സ് ഇപ്പോൾ ഒരുപാട്, ഞാൻ എൻ്റെ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാൻ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. അത്യാവശ്യം നോർത്ത് ഇന്ത്യൻ ഫുഡും ഉണ്ട്, അത്യാവശ്യം നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡും ഉണ്ട്. ഇപ്പം ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഞാൻ റാൻഡംലി എല്ലാം ടേസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം നമുക്കറിയാം നമ്മുടെ ഷെഫ്മാർ ദേ വെൽ ഓർഗനൈസ്ഡ് ആണ്, അവർ എക്വിപ്ഡ് ആണ്, അവർ നോളജബിൾ ആണ്. പക്ഷെ എന്നാലും ഞാൻ എപ്പോഴും എൻ്റെ ഡിഷുകളെല്ലാം റാൻഡംലി ടേസ്റ്റ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമുക്ക് വരുന്ന മീറ്റ് ക്വാളിറ്റി നമുക്ക് എപ്പോഴും ട്രസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല.
നമ്മുടെ ഫിഷിൻ്റെ ക്വാളിറ്റി നമ്മൾ എപ്പോഴും ടെസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളിതിങ്ങനെ റാൻഡംലി നമ്മൾ തന്നെ കഴിച്ച് നോക്കും എന്താണ് എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ ചോദിക്കാൻ വന്നൊരു ക്വസ്റ്റ്യൻ ആൻസർ നേരത്തെ ഷെഫ് പറഞ്ഞു. അതായത് നമുക്കിങ്ങനെ വിയേർഡായിട്ട് തോന്നുന്ന ഫുഡ് ദാറ്റ് യു ടേസ്റ്റഡ് എന്നുള്ളത് പാമ്പിനെ കഴിച്ചെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വേറൊരു വിയേർഡായിട്ട് നമുക്ക് തോന്നുന്ന ഒരു ടേസ്റ്റ് കഴിച്ചത് ഏതൊക്കെയാ? എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ചാൻസ് കിട്ടി. ഞാൻ പറഞ്ഞില്ലേ ക്യൂർ സാൽമൺ. സാൽമൺ പച്ചയാണ്, അത് ആർക്ക് കൂടുതലും കഴിക്കില്ല, പക്ഷേ എനിക്കിഷ്ടമായിരുന്നു കഴിക്കാൻ. പാമ്പിനെ കഴിച്ചപ്പോൾ എനിക്ക് വേറെ ഒന്നും തോന്നിയില്ല. പക്ഷേ എനിക്ക് ഇതുവരെ വേറെ അങ്ങനത്തെ ഉള്ള മീറ്റുകളൊന്നും കഴിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഓയിസ്റ്റർ കഴിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ മുരിങ്ങ എന്ന് പറയും, കഴിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ മുരിങ്ങ എന്നാ പറയുന്നത്. അത് പച്ചക്കാണ് കഴിക്കുന്നത്. അത് കുക്ക് ചെയ്തില്ല, അത് അങ്ങനെ ആ തോടിനകത്ത് നിന്ന് പൊട്ടിച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് അങ്ങനെ പച്ചക്ക് കഴിക്കും. ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ആൾക്കാർ വളരെ നമ്മളൊരു മിസ്റ്റർ ബീൻ്റെ ഒരു ഇതിനകത്ത് ഇങ്ങനെ ഐസിനകത്തല്ല അത് കൊണ്ടുകൊടുക്കുന്നത്, അതിങ്ങനെ തുറന്ന് കഴിക്കത്തില്ലേ, സെയിം അത് പച്ചക്ക് കഴിക്കുന്നത്. ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമുക്കിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ പറയത്തില്ല, പച്ചക്ക് കുക്ക് ചെയ്യാതെ കഴിക്കുമ്പോഴൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും, സ്റ്റൊമക്ക് അപ്സെറ്റ് ആവും എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ഉണ്ടോ? അതിപ്പം നമ്മുടെ ബോഡി എങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നതനുസരിക്കും. ഞാൻ കഴിക്കുന്ന പോലെ ആയില്ല നിങ്ങൾക്ക്. ഇപ്പം നമ്മുടെ ഈ ഫുഡ് അലർജൻസ് എന്ന് പറയും. ഇപ്പം എനിക്ക് ആൽമണ്ട് അലർജി ആണെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് അലർജി ആകണമെന്നില്ല. നമ്മുടെ ബോഡിയും നമ്മുടെ ബോഡിയിലെ എൻസൈംസും എങ്ങനെ ഒരു ഫുഡിനോട് റിയാക്ട് ചെയ്യുന്നു. പിന്നെ നമ്മുടെ പാതി മാനസികമാണ്. പട്ടിയെ തിന്നും നാഗാലാൻഡിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ, അവിടുത്തെ ഒരു മെയിൻ സാധനമാണ്. അപ്പം അതും അവിടെ ചെന്നാൽ നമ്മുടെ ആൾക്കാരൊക്കെ തന്നെ. അപ്പോൾ അവരത് കഴിക്കുന്നത് വളരെ നോർമലായിട്ടാണ്. പക്ഷെ നമുക്ക് പെട്ടെന്ന് പട്ടിയെ കഴിക്കുന്നു എന്ന് പറയുമ്പോഴത്തെ ഉള്ള അവസ്ഥ ആലോചിച്ച് നോക്കി, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പക്ഷെ അവർക്കത് വളരെ നോർമലാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ, ഓരോരുത്തരും എങ്ങനെയാണോ അവരെങ്ങനെയാണോ വളർന്നു വരുന്ന കൾച്ചർ, അത് അവരുടെ ബോഡി അതിനോട് ഓക്കെയാണ്. അത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ അവരുടെ ബോഡി അതിനോട്. ഇപ്പോൾ ഉണക്കക്കൊഞ്ച് കഴിക്കുന്നു പറഞ്ഞില്ലേ, ചിലപ്പോൾ വേറൊരാളോട് എന്ന് പറഞ്ഞാൽ ഉണക്കക്കൊഞ്ച് അങ്ങനെ കുക്ക് ചെയ്യാത്ത ചുമ്മാ ഉണങ്ങിയ കൊഞ്ച് എങ്ങനെ കഴിക്കുന്നത്. ഞാൻ കഴിച്ചിട്ടുണ്ട്. അമ്മ ചമ്മന്തി അരയ്ക്കാൻ എടുക്കുമ്പോൾ ഈ ചുമ്മാ പൊടിക്കൊഞ്ച് നല്ല ടേസ്റ്റ് അതിന്, നല്ല ടേസ്റ്റ് അതിന്. ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല. ശരിക്കും ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, കുക്ക് ചെയ്യാത്ത ചുമ്മാ വെയിലത്ത് വെച്ച് ഉണക്കിയ പൊടിക്കൊഞ്ചാണ്, പച്ചക്കൊഞ്ച് ചുമ്മാ വെയിലത്ത് വെച്ച് ഉപ്പ് പോലും ഇട്ടിട്ടില്ല. ശരിയല്ലേ? ഞാൻ മനസ്സിലാലോചിക്കും, വെയിലത്തൊക്കെ വെച്ച് ഉണക്കുമ്പോൾ ബാക്ടീരിയ ഒക്കെ പോയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ കുഴപ്പമില്ല. വെയിലത്ത് വെച്ച് ഉണക്കുമ്പോൾ ആ കംപ്ലീറ്റ് പൊടി നമ്മളെന്താ വെയിലത്ത് വെച്ച് ഉണക്കുന്ന ചുമ്മാ ഒരു കൊപ്പറയ്ക്ക് മേളിൽ ഇടുന്ന വല മാത്രമല്ലേ ഇടുള്ളൂ കാക്ക കൊണ്ടുപോയിരിക്കാൻ. അല്ലാതെ പൊല്യൂഷൻ കവർ ചെയ്യുന്ന പോലെ ഒന്നും അല്ലല്ലോ. മേളിൽ കൂടെ എന്തൊക്കെ പറവുകളും സൈഡിൽ കൂടെ പറന്നു പോകും. എന്തൊക്കെ ഇതിന്റെ മണ്ടയ്ക്ക് കൂടെ ഓടിപ്പോയിട്ടുണ്ടാവും പായ്ക്കകത്ത് ഉണക്കാൻ ഇടുമ്പോൾ. അതായത് നമ്മളിങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസിനെ മീറ്റ് ചെയ്തിട്ടുണ്ടാവും, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഒക്കെ ടൈം കിട്ടിയിട്ടുണ്ടാവും. ഒരു സെലിബ്രിറ്റിക്ക് കുക്ക് ചെയ്ത് കൊടുക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു സെലിബ്രിറ്റി ആരാ? വലിയൊരു ആഗ്രഹമായിരുന്നു ലാലേട്ടന് കുക്ക് ചെയ്ത് കൊടുക്കണം. അത് സാധിച്ചു. ജീവിതത്തിലൊരു വലിയ, അതായത് ഷെഫ് ആക്ച്വലി എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് ഫുഡ് കഴിക്കാനായിട്ട് കൊണ്ടുവന്നതാണ് ആ ഹോട്ടൽ. കാരണം ആ സുഹൃത്തിന് തന്നെ അറിയാം, അദ്ദേഹത്തിന് എൻ്റെ അടുക്ക് വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു കെയർ ഓഫിൽ ഓക്കെ ഇവിടെ വന്ന് ഫുഡ് കൊടുത്താൽ നല്ല ഫുഡ് കിട്ടും എന്നുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരാൾ വരുമ്പം അവർ കംപ്ലീറ്റ് മെനു അപ്പോൾ അവർ മെനു നോക്കി ഓർഡർ ചെയ്യുന്ന അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഞാൻ കൊണ്ട് എത്തിക്കാറില്ല. അവരുടെ കംപ്ലീറ്റ് മെനു ഞാനങ്ങ് ടേക്ക് കെയർ ചെയ്യും. ഐ ക്രിയേറ്റ് എ മെനു ഫോർ ദം. അപ്പോൾ ലാലേട്ടൻ വന്നപ്പം ലാലേട്ടൻ ഒരു മെനു എൻ്റെ മനസ്സിലൊരു വർഷങ്ങളായിട്ടുള്ള മെനുവാണ്. കാരണം അദ്ദേഹത്തിന് സീ ഫുഡ് ഇഷ്ടമാണെന്ന് അറിയാം. സീ ഫുഡിനെ ബേസ് ചെയ്തൊരു 7 കോഴ്സ് മീലാണ് ഞാൻ കൊടുത്തത്. 7 കോഴ്സായിട്ടാണ് കൊടുത്തത്. ഓരോ കോഴ്സ് കൊടുക്കുമ്പോഴും ഓരോ കോഴ്സും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എല്ലാം ഞാൻ മറന്നുപോയി. ആദ്യത്തെ കോഴ്സ് എനിക്കൊന്ന് കേരളൻ ബ്രീം എന്നായിരുന്നു. സീ ബ്രീം എന്ന് പറഞ്ഞൊരു ഡിഷുണ്ട്. ആ ഡിഷിന്റെ ഫിലെ മാത്രം എടുത്ത് വാഴയിലയിൽ പൊള്ളിച്ച് കൊടുക്കുന്ന ഇത്രയും പീസേ ഉള്ളൂ. പക്ഷേ അത് 7 കോഴ്സ് കഴിച്ചു വരുമ്പോൾ വയറുന്നറിയുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ കൊടുത്തത് ഒരു വൈൽഡ് പ്രോണാണ്. പക്ഷെ അതിനകത്ത് ഞാൻ 6-ാം തമ്പുരാൻ ലാലേട്ടനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഡയലോഗാണ് എന്നെ ആ പ്ലേറ്റിങ്ങിൽ ഇൻഫ്ലുവൻസ് ചെയ്തത്. അപ്പോൾ അതെന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, ഞാൻ അതിൻ്റെ ഒരു ബീട്രൂട്ട് പച്ചടിയുടെ ഒരു ബ്രഷിൽ ഇങ്ങനെ വരച്ചിട്ട് അതിൽ കൊറിയാണ്ടർ ചട്നിയോട് മ്യൂസിക്കൽ നോട്ട്സ് എഴുതി അതിൻ്റെ മണ്ടയ്ക്കാണ് ആ പ്രോൺ സെർവ് ചെയ്തത്. അതെന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം പറയുന്നത് സംഗീതം ഒത്തിരി അനന്തസാഗരമാണ്, അറിയുന്തോറും അകലം കൂടുന്ന അനന്തസാഗരമാണ് സംഗീതം. എന്നെ സംബന്ധിച്ച് കുക്കിങ്ങും അങ്ങനെ തന്നെയാണ്. ഞാൻ എത്ര അറിയാൻ ശ്രമിക്കുന്നവരും പിന്നെയും പുതിയ കാര്യങ്ങൾ കേൾക്കുന്നു, പിന്നെയും പുതിയ കാര്യങ്ങൾ അറിയുന്നു, പുതിയ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് കേൾക്കുന്നു. അപ്പോൾ എത്ര പഠിച്ചാലും തീരാത്തൊരു വലിയ സാധനമാണ് ഈ കുക്കിംഗ് എന്നെ സംബന്ധിച്ചോളം. അപ്പോൾ ഞാനങ്ങനെ കുക്കിങ്ങിനെയും മ്യൂസിക്കിനെയും കൂടെ കണക്ട് ചെയ്ത് ഉണ്ടാക്കിയൊരു ഫുഡ് പ്ലേറ്റിംഗ് ആണ്. അങ്ങനെ ഇറ്റ്സ് വെരി എന്താ പറയുക, അത്രയ്ക്ക് ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ഒരു മെനു ആയിരുന്നു അത്. പിന്നെ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തത് കപ്പയും മീനും ചമ്മന്തിയും മോരും. കപ്പ കൊടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ കപ്പ നീളത്തിലരിഞ്ഞ്
പാർബോയിൽ പാതി വേവിച്ച് ബാക്കി പാതി തേങ്ങാപ്പാലിനകത്ത് വേവിച്ച് അത് ബട്ടറിനകത്ത് മൊരിച്ച് ഒരു പീസ് വെച്ചു. ഒരു ചെറിയ ഗ്ലാസ് ജാറിനകത്ത് നമ്മുടെ പച്ചമോര്, അതായത് ഷാലോട്ട്സ് ആൻഡ് കറി ലീവ്സ് ഇൻഫ്യൂസ്ഡ് ബട്ടർ മിൽക്ക് എന്നാണ് പേര് കൊടുത്തത്. പിന്നെ ഫിഷിന് മോങ് ഫിഷ് കറി ലീവ്സ് ഇൻഫ്യൂസ് ചെയ്ത് തന്തൂറിൽ കുക്ക് ചെയ്തതാണ്. അപ്പം പിന്നെ ഒരു ചമ്മന്തി, ആ ചമ്മന്തി കൊടുത്തതെന്ന് പറഞ്ഞാൽ ഗ്രീൻ പീസും പച്ച കളറിലെ ചമ്മന്തി, ഗ്രീൻ പീസും ഇഞ്ചിയും കരിയാപ്പിലയും പച്ചമുളകും എല്ലാം കൂടി തേങ്ങാപ്പീരയും കൂടി ഇട്ടിട്ട് പച്ച കളറിലെ ചമ്മന്തി, അത് പ്ലേറ്റ് ചെയ്താൽ കൊടുത്തേ. അങ്ങനെ ഒരു പ്ലേറ്റ് വന്ന് മുന്നിൽ വെച്ചാൽ കപ്പയും മീനും ചമ്മന്തിയുമാണെന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാവില്ല. പക്ഷെ വെൻ യു സ്റ്റാർട്ട് ബൈറ്റിംഗ് ഇറ്റ്, നമ്മുടെ നാട്ടിൽ നമ്മുടെ അമ്മ ഉണ്ടാക്കി തന്ന ചമ്മന്തി, അല്ലെങ്കിൽ നമ്മുടെ വെരി ഓൺ പച്ചമോര്, കപ്പയും മീനും. കാരണം അങ്ങനെയാണ് ഞാൻ പ്ലേറ്റിംഗ് ചെയ്യുന്നത്. കാരണം നമ്മുടെ നാടൻ ഫുഡിനെ ഏറ്റവും മോഡേൺ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് കഴിക്കുമ്പം നമുക്ക് കഴിഞ്ഞു പോയ എന്തെങ്കിലും ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ വരണം, അല്ലെങ്കിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ത് എന്തെങ്കിലും ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാകണം. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ ആ മെനു ടേക്ക് ഓവർ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ആ മെനു എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ഓട്ടോഗ്രാഫ് തരുമോ ഈ മെനുവിൽ, എനിക്ക് സൂക്ഷിക്കാനാണ്. അദ്ദേഹം ഭയങ്കര കാലിഗ്രാഫിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അദ്ദേഹം വടിവത്ത അക്ഷരത്തിൽ എഴുതി തന്നത്, നോസ്റ്റാൾജിയെ മോഡേണായിട്ട് ഇത്ര കണക്ട് ചെയ്യുന്ന ഒരു ഫുഡ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം എനിക്ക് ആ മെനുവിനകത്ത് എഴുതി തന്നിട്ട് എന്നോട് പറഞ്ഞു, ജോമൻ എനിക്കും ഒന്ന് സൈൻ ചെയ്ത് തരണം ഈ മെനുവിൽ, എനിക്ക് സൂക്ഷിക്കാനാണെന്ന്. ആരെയോ മുൻജന്മ സുഹൃത്തും കൊണ്ട് അതൊരാളൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ട് അത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കും, ലാലേട്ടൻ എൻ്റെ ഓട്ടോഗ്രാഫി ചോദിച്ചത് ഞാൻ ചെന്ന വെളിയിലോട്ട് പറഞ്ഞാൽ സ്വന്തം ഭാര്യ പോലും ചിലപ്പോൾ വിശ്വസിക്കത്തില്ല. കാരണം അത്രയ്ക്ക് നമുക്ക് ഇത് ഊഹിക്കുന്നതിലും ഒക്കെ അപ്പുറമാണ്. അദ്ദേഹം ഇപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അത് വലിച്ചീര് കളഞ്ഞെന്ന് പറഞ്ഞാൽ പോലും എന്നോട് ചോദിക്കാൻ അന്നേരം ഉണ്ടായ ഒരു സാഹചര്യം, അത് ആ ഫുഡ് അത്രയും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. കാരണം ലാലേട്ടനെ പോലുള്ളൊരു മനുഷ്യനെ ലോകത്തിൻ്റെ ഏത് കോണിലും പോയി ഫുഡ് കഴിക്കാം. ഏറ്റവും വലിയ മിഷലിൻ സ്റ്റാർ ഹോൾഡ് ചെയ്യുന്ന ഷെഫ്മാർ ഫുഡ് വരെ അദ്ദേഹത്തിന് കഴിക്കുന്നതിന് വളരെ ഈസി ആയിട്ടുള്ള കാര്യമില്ല. അദ്ദേഹത്തിന് തന്നെ ഭക്ഷണം പറയാൻ പൂ ഇറുക്കുന്ന പോലെ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്, നിസ്സാരമായ കാര്യമാണ് അദ്ദേഹത്തിന്. പക്ഷേ ആ അദ്ദേഹം എന്നെ പോലുള്ള ഒരാളുടെ അടുക്കൽ വന്നിട്ട് 2.5 മണിക്കൂറോളം ഇരുന്ന് ഈ 7 കോഴ്സ് കഴിച്ചിട്ട് എന്നോടൊരു ഓട്ടോഗ്രാഫ് മെനുവിൽ തരുമെന്ന് ചോദിച്ചാൽ ബ്ലെസ്ഡ്. ലാലേട്ടൻ ഫാനാന്ന് തോന്നുന്നു. കാരണം എന്താന്നോ, നമ്മള് ഈ യൂഷ്വലി പറയുന്ന ലാലേട്ടന്റെ ഡയലോഗ്സ് വരെ ഇങ്ങനെ കറക്റ്റ് പറയുന്നു. ഒരു ലാലേട്ടന്റെ ഡയലോഗ് പറയാം. അയ്യോ അങ്ങനെയൊന്നും അറിയത്തില്ല, പക്ഷെ ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കലി വരുന്നത്. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് അദ്ദേഹത്തിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യണം. പിന്നെ ഇനി മമ്മൂക്കിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇതുവരെ അതിനുള്ള ചാൻസ് കിട്ടിയിട്ടില്ല. കണ്ടിട്ടുണ്ട്, പക്ഷെ അദ്ദേഹത്തിനെ കാണാനും ഫോട്ടോ എടുക്കാനും പറ്റിയിട്ടുണ്ടെങ്കിലും എനിക്കൊരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഓക്കെ. ഞാൻ സണ്ണി ലിയോന്റെ കൂടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ഫുഡ് കുക്ക് ചെയ്തതായിരുന്നു. അല്ല, ആക്ച്വലി ഒരു റെസ്റ്റോറന്റ് ഉദ്ഘാടനത്തിന് വിളിച്ചാണ്. ഞാനിപ്പോ ഒരുപാട് റെസ്റ്റോറന്റുകൾ ക്യാപ്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? ചേച്ചി എല്ലാവരും തിരക്കെന്ന് പറയാൻ പറഞ്ഞു എന്നങ്ങനെ പറഞ്ഞാൽ ഞാനൊരു ക്യാപ്ഷൻ കൊടുത്തിരുന്നത്. ആക്ച്വലി ഒരു റെസ്റ്റോറന്റ് ഉദ്ഘാടനത്തിന് എന്നെയും കൂടി ഇൻവൈറ്റ് ചെയ്തിരുന്നു. അപ്പം പുള്ളിക്കാരിയായിരുന്നു മെയിൻ ഗസ്റ്റ്, അപ്പം ഞാനും അതിനകത്തൊരു ഗസ്റ്റായിരുന്നു. അപ്പോൾ അങ്ങനെ കാണാൻ പറ്റി. ഞാൻ നമ്മുടെ നാടൻ ഫുഡിനെ മോഡേണാക്കി ഒരുപാട് റിസർച്ചുകൾ നടത്തി. ഞാൻ ഈയിടെ ചെയ്തത് സാൻഡൽവുഡ് ചിക്കൻ ടിക്കയാണ്. ചന്ദനം അരച്ച് ചേർത്ത ചിക്കൻ ടിക്ക. അതിന് ഫ്ലേവർ ചന്ദനമാണ്. അത് പുഷ്പ സിനിമ കണ്ടിട്ട് തോന്നിയൊരു ഐഡിയ ആണ്. നമ്മുടെ പുഷ്പ സിനിമ മുഴുവൻ ചന്ദനം കള്ളക്കടത്താണ്. ഞാൻ ബൈക്കറാണ്, എനിക്കൊരു ബൈക്കുണ്ട്. അപ്പം ഞാൻ ഒരു ദിവസം ഡ്യൂട്ടി ഹോണ്ടയുടെ ഒരു ഷാഡോ 750cc. എനിക്ക് ഇച്ചിരി ഉണ്ടായിരുന്ന 2 പ്രാന്ത് ഫുഡും ബൈക്കുമാണ്. അതിപ്പോഴും ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം രാത്രി ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയപ്പോൾ തോന്നിയ ഒരു ഐഡിയ ആണ്. ആ സിനിമ കണ്ട ഒരാഴ്ചക്കുള്ളിൽ സാൻഡൽവുഡ് നമ്മളെ സംബന്ധിച്ചോളം, ഒരു മലയാളി അല്ലെങ്കിൽ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചോളം, എൻ്റെ ഭാരതത്തിനെ സംബന്ധിച്ചോളം ഭയങ്കര സേക്രഡ് ഫുഡല്ലേ. എവിടെ നോക്കിയാലും ചന്ദനത്തിരിയായി, ചന്ദനമില്ലാത്തൊരു പരിപാടി നമുക്കുണ്ടാവില്ല. എല്ലായിടത്തും ചന്ദനം, അത്രയ്ക്ക് സേക്രഡ് ഫുഡായിട്ടാണ് ചന്ദനത്തെ കാണുന്നത്. പക്ഷേ ഇതാരും ഫുഡിൽ ഇൻഫ്യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ചന്ദനം ചേർത്ത് എന്തെങ്കിലും ഫുഡിനെ കുറിച്ച് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പ്രാന്തുകൾ പോകുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ആലോചിച്ചത് എന്തുകൊണ്ട് ഇത് ഫുഡിൽ ഇൻഫ്യൂസ് ചെയ്ത് കൂടാ. അപ്പോൾ അങ്ങനെ നമ്മുടെ സപ്ലൈസിനോട് സംസാരിച്ച് എഡിബിളായിട്ടുള്ള ചന്ദനത്തിൻ്റെ പൗഡർ വരുത്തി അത് വെച്ച് ട്രയൽ ചെയ്ത് നോക്കി. ഒരു 2-3 ആഴ്ചയോളം എടുത്തു കേട്ടോ. അവസാനം ഫൈനലൈസ് ചെയ്താണ് സാൻഡൽവുഡ് ചിക്കൻ ടിക്ക. ഇപ്പോഴും ഉണ്ട് എൻ്റെ മെനുവിൽ സാൻഡൽവുഡ് ചിക്കൻ ടിക്ക. ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ട്. അത് നമ്മുടെ RJ മിഥുൻ ചേട്ടല്ലേ, അദ്ദേഹവും കഴിച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ ആ സാൻഡൽവുഡ് ചിക്കൻ ടിക്ക കഴിച്ചിട്ട് നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനൊരു ഡിഷ് ഇല്ല, ലോകത്തില്ല. അപ്പം നമ്മൾ ഡിസ്കവർ ചെയ്തെടുക്കുന്ന ഒരു ഡിഷാണ്. അപ്പം ഭയങ്കര സന്തോഷം. അതൊക്കെയല്ലേ നമുക്ക് വേണ്ടത്. ബിഫോർ വൈൻഡിങ് അപ്പ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നോ, ഐ എം ഹാപ്പി. ഒത്തിരി സന്തോഷം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ. നമുക്ക് കാരണം ക്വിക്കായിട്ട് വന്നപ്പോഴും വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നതിന് നമുക്കിത് കിട്ടാറില്ല. എസ്പെഷ്യലി ഇങ്ങനെ ഒരു മീഡിയ കവറേജ് നമുക്ക് ജീവിക്കുന്ന നാട്ടിൽ എപ്പോഴും കിട്ടണമെന്നില്ല. അപ്പം ഇങ്ങനെ ഒരു അവസരം തന്നതിന് താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ ഷെഫിനെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. വെൽക്കം. താങ്ക് യു.